മുഖാരാധനയ്ക്കായിട്ട് ഒരുങ്ങാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഒരു പുതിയ മാസത്തിൻ്റെ ആരംഭത്തെങ്കിൽ നീ ആരാധിപ്പാനായിട്ട് ദർശനത്തിലേക്ക് അടുത്തു വരുവാനായിട്ട് ഞങ്ങളെ അവിടുന്ന് തുളച്ച കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. കഴിഞ്ഞ ഒരു മാസക്കാലം കോവിഡിൻ്റെ ബാധയിൽ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരും ഭവനത്തിലായിരുന്നു. ഈ മാസക്കാലവും നിബന്ധനകളും ഒക്കെ ഉണ്ട് കർത്താവെങ്കിലും അങ്ങയോടുള്ള ഞങ്ങളുടെ ബന്ധം, ഞങ്ങളുടെ ആരാധന ജീവിതം തടസ്സമില്ലാതെ മുൻപോട്ട് പോകുവാൻ തക്കണം അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണം. ഇന്നത്തെ ആരാധനയുടെ ആദ്യ അവസാനം അങ്ങേ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണം. ആരാധിക്കുന്നതിൻ്റെ ഓരോ മക്കളെയും അവിടുന്ന് ബലപ്പെടുത്തുമാറാകണം. യേശുവിൻ തിരുനാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമോദത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ജ്ഞാനകീർത്തനങ്ങളിൽ 7-ാമത്തെ കീർത്തനം ഒരുമിച്ച് പാടാം. ജ്ഞാനകീർത്തനം 7. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവ് പറയുന്നു, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയവരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്നവയിലേക്കുന്നതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച സകല അനീതിയും പോകി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, പിന്നെ നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് താഴ്മയായി ഏറ്റു പറയാം. ഒന്നാമത് പാപസ്വീകാര പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സർവശക്തിയും മഹാകലുള്ള പിതാവേ, ഞങ്ങൾ കാണാപ്പോയ ആളുകൾ എപ്പോഴും നിന്റെ വിട്ടിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം സാഹചര്യങ്ങളെയും വിചാരങ്ങളെയും മോഹങ്ങളെയും ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശ്വകൽപ്പനകൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. ഐശ്വര്യന്മാരായ കുറ്റക്കാരായ ഞങ്ങളോടാണ്. ദൈവമേ, നിങ്ങളുടെ വെള്ളേറ്റോട് ക്ഷമിക്കണമേ. കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിക്കുന്ന വാഗ്ദത്തപ്രകാരം അനുഭവിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നാമത്തിന് മൊത്തത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുഹൃത്തും നടക്കേണ്ടതിന് ക്രിസ്തുമൂത്തം കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന് കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. കർത്താവിനെ സ്തുതിപ്പീൻ. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. 95-ാമത്തെ സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ചു ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി കഴിയും, അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈക്കിലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ 23-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 23. കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം സങ്കീർത്തനം 23-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിരിക്കാം.
യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പുറങ്ങൾ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയിൽ വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എൻ്റെ നീതിപാതകളെ നടത്തുന്നു. കൂരലിൽ താഴ്വരയിൽ നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് ഇരിക്കുന്നുവല്ലോ, നിന്റെ വടി പോലെ എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുകയും എനിക്ക് വിരുന്നെടുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. നമുക്ക് ഇരിക്കാം. ഈ സമയത്ത് ഒന്നാമത്തെ പാഠം നമുക്ക് വായിച്ച് കേൾക്കാം. കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34 മുതൽ 38 വരെ. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിന്മേൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം ഉയരാതിരുന്നാൽ അത് ഉയരും നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. ഇസ്രായേലിലെ സകല പ്രയാണങ്ങളിലും അവരെല്ലാവരും കാണുകയും പകൽ സമയത്ത് തിരുനിവാസത്തിന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു. ഇങ്ങനെയുടെ പഴയ നിയമ വേദഭാഗം അവസാനിച്ചു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് സക്രിയാവിൻ്റെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സക്രിയാവിൻ്റെ പാട്ട്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ മുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് നീയോ പൈതലെ അത്യുന്നതിന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. രണ്ടാമത്തെ പാഠഭാഗം നമുക്ക് വായിച്ച് കേൾക്കാം. രണ്ടാം പാഠ വേദഭാഗം. ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 8 മുതൽ 16 വരെ. ഫിലിപ്പ്യർ 3:8 മുതൽ 16 വരെ. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഖേദമെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേയനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പ്രതിദാനവും പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറു എന്ന് എണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെടാതിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ പറയുന്നു, പിമ്പിലുള്ളതും മറന്ന് മുമ്പിലുള്ളത് എന്ന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മൾ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. ഇതിലൂടെ രണ്ടാം പാഠ അവസാനിച്ചു.
സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 33 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൻ്റെ 13 മുതൽ ഉള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. അന്ന് തന്നെ ശിഷ്യന്മാരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഈ സംഭവിച്ചതിനെ കുറിച്ചെല്ലാം തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു തന്നെ അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാത്ത വിധം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്ന്, ക്ലെയോപ്പാവ് എന്ന പേരുള്ളവൻ യെരുശലേമിലെ പരദേശികൾ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രായനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ തിരുവെഴുത്തുകൾ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. നാം വായിച്ചു കേട്ടത് ക്രിസ്തുവിൻ്റെ സുവിശേഷം ആകുന്നു. നമുക്ക് സഭയുടെ പാട്ട് വാക്യപ്രതിവാക്യമായിട്ട് നമുക്ക് വായിക്കാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, കർത്താവ് നീ ആകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ച് കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദിതനായ സത്യപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടവുമുള്ള വിശുദ്ധ സഭ അനുസരിച്ച് കൊള്ളുന്നു. മനുഷ്യരക്ഷിപ്പാൻ നീ പരമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ ദൈവത്തിന്റെ വലതുഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടുകൂടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ചവന്റെ നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്നും ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. ദൈവവചന കേൾവിക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഞാൻ ആ കീർത്തനങ്ങൾ 247-ാമത്തെ കീർത്തനം പാടി നമുക്ക് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങാം. കീർത്തനം 247.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവാസന്നദ്ധിയിൽ ഒരിക്കൽ കൂടി വരുന്നതിന്, പ്രത്യേകിച്ച് ഈ മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയിൽ ദൈവാസന്നദ്ധിയിലായിരിക്കുന്നതിന് ദൈവം നമുക്ക് തന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ മാസക്കാലം പിറന്നാള വിവാഹ വാർഷികം ആഘോഷിച്ചതായ എല്ലാ പ്രിയമുള്ളവരെയും ഓർക്കുന്നു, ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നു. കൊറോണയുടെ കാലഘട്ടത്തിലും ദൈവം നമ്മെ അതിശയകരമായി പരിപാലിച്ചു. നിങ്ങൾക്ക് ആലയത്തിൽ കടന്നു വന്ന് സ്തോത്രാർപ്പണം നടത്തുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുവെങ്കിലും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പുതുവർഷക്കാലം ദൈവം നിങ്ങളെ ഏറ്റവും അനുഗ്രഹകരമായി നടത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, മെയ് 3-ാം തീയതിയോടുകൂടി ലോക്ക്ഡൗണിൻ്റെ പരിമിതികളെല്ലാം അവസാനിക്കും. തുടർന്ന് നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി യാത്ര ചെയ്യുവാനായി സാധിക്കും എന്ന് നാം എല്ലാവരും കരുതിയെങ്കിലും ഗവൺമെൻറ് ലോക്ക്ഡൗണിൻ്റെ പീരിയഡ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെങ്കിൽ നമ്മിൽ പല ആളുകൾക്കും ഒരു നിരാശയുടെ വിഷമത്തിൻ്റെതായ ഒരു പ്രത്യേക സാഹചര്യം ഇത് ഉളവാക്കിയേക്കാം. പ്രിയമുള്ളവരെ, ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓർക്കുവാനും ധ്യാനിക്കുവാനും സാധിക്കുന്നതായ തിരുവചനത്തിലെ ഒരു വ്യക്തിത്വമാണ് ജോസഫ്. ജോസഫിൻ്റെ ജീവിതത്തിൽ സ്വന്തം ഭവനത്തിൽ നിന്ന് സഹോദരന്മാരാൽ പുറത്താക്കപ്പെടുന്നു. സ്വന്തം ഭവനത്തിൽ നിന്ന് സഹോദരന്മാരാൽ പുറത്താക്കപ്പെടുന്നതായിട്ടുള്ള ജോസഫ് പൊത്തിഫറിൻ്റെ ഭവനത്തിൽ അടിമ വേലയിൽ ആയിരുന്നു. അവിടെ വിശ്വസ്തത ആചരിച്ചതുകൊണ്ട് അവൻ്റെ യജമാനൻ അവനെ ഉത്തരവാദിത്വങ്ങൾ ഏർപ്പിച്ച് വിശ്വസ്തദാസനായി പരിഗണിച്ചു. അവിടെയും വിശ്വസ്തയോടുകൂടെ ചെലവഴിച്ചതായിട്ടുള്ള ജോസഫിന് ലഭിക്കുന്നതായ പ്രതിഫലം നമുക്കറിയാം, കൽത്തുറുങ്ക്. ജോസഫിൻ്റെ ജീവിതത്തിൽ സ്വന്തം ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതായ ഒരു ലോക്ക്ഡൗണിൻ്റെ മധ്യത്തിൽ താൻ ഒരു തെറ്റും ചെയ്യാതെ വീണ്ടും കൽത്തുറുങ്കിൽ ലോക്ക്ഡൗണിൽ കഴിയുന്ന അനുഭവം. ഇന്നത്തെ പദത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ലോക്ക്ഡൗണ്, ട്രിപ്പിൾ ലോക്ക്ഡൗണ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. എന്നാൽ കൽത്തുറുങ്കിൽ അകപ്പെട്ടതായിട്ടുള്ള ജോസഫ് ഒരിക്കലും അവിടെ നിരാശനായി സങ്കടപ്പെട്ട് ആ കൽത്തുറുങ്കിൻ്റെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി കൂടുവാനായിട്ടല്ല ശ്രമിക്കുന്നത്. പകരം ആ ഇടത്ത് വിശ്വസ്തയോടെ നിൽക്കുന്നതായ ജോസഫിനെ നാം തിരുവചനത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുകയാണ്. തുടർന്ന് നമ്മൾ കാണുന്നു, ആ ജയിലിൻ്റെ വാർഡൻ, അധിപതി ജോസഫിന് എല്ലാ ഉത്തരവാദിത്വങ്ങളും ആ കൽത്തുറുങ്കിൽ നിന്ന് അല്ലെങ്കിൽ ആ ജയിലിൽ നിന്ന് വെളിയിൽ പോകാതെ സ്വാതന്ത്ര്യത്തോട് പ്രവർത്തിക്കുവാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതായിട്ട് നാം കാണും. അപ്പോൾ നാമും ഈ ജോസഫിൻ്റെ പോലെയുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് വരണം. തുറുങ്കിൻ്റെ അനുഭവത്തിലെങ്കിലും നമുക്ക് ദൈവം ഒരു ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ പ്രവർത്തിക്കുവാനുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ നമ്മുടെ ഭവനത്തിലാകുന്നുവെങ്കിൽ അവിടെ വിശ്വസ്തയോടുകൂടെ നിൽക്കുവാനായിട്ട് സാധിക്കുമ്പോൾ ദൈവം നമ്മുടെ വിശ്വസ്തതയെ മാനിക്കും. നമുക്കറിയാം, യോസഫിനെ ഉയർത്തുന്നു, മിസ്രയീമിലെ രണ്ടാമനായി ഉയർത്തുന്നതായ അനുഭവം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ യോസഫിനെ പോലെ ലോക്ക്ഡൗണിൽ വിശ്വസ്തത ആചരിപ്പാനായിട്ട് തളർന്നു പോകുവാൻ, ക്ഷീണിച്ചു പോകുവാനല്ല, ബലപ്പെട്ട് നിൽക്കുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമുഖമായി പറഞ്ഞു എന്ന് മാത്രം.
ഈ മെയ് മാസം 1-ാമത്തെ ഞായറാഴ്ചയിൽ നാം ദൈവസന്നിധിയിൽ അടുത്ത് വരുമ്പോൾ പുനരുത്ഥാനം ചെയ്തതായ കർത്താവിനെ കുറിച്ച് നാം ധ്യാനിക്കുന്നതായിട്ടുള്ള അവസരം. ഇന്ന് തന്നിരിക്കുന്നതായുള്ള ചിന്താവിഷയം ദൈനംദിന ജീവിതത്തിൽ പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവുമായുള്ള സംസർഗം, കമ്മ്യൂണിയൻ വിത്ത് റിസൺ ക്രൈസ്റ്റ് ഇൻ ഡെയിലി ലൈഫ് എന്നുള്ളത്. ജീവിതത്തിൻ്റെ ഓരോ തുറയിലും അല്ലെങ്കിൽ ഓരോ സമയത്തിലും ക്രിസ്തുവുമായുള്ള സംസർഗത്തിൽ, പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവുമായുള്ള സംസർഗത്തിൽ വസിക്കുവാനായിട്ടാണ് ഇന്നത്തെ ചിന്താവിഷയം നമ്മോട് ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, നാം ക്രിസ്തുവിൻ്റെ വകയായി തീർന്നാൽ തുടർന്നുള്ള നമ്മുടെ ദൈനംദിന ജീവിതം ക്രിസ്തുവിനോട് ഒപ്പമായിരിക്കും. നാം ക്രിസ്തുവിനോടൊപ്പമായിരിക്കും എന്നതിനേക്കാൾ ശരിയായ പ്രയോഗം ക്രിസ്തു നമ്മോടൊപ്പം ആയിരിക്കും എന്നതാണ്. കാരണം നാം വെറും സാധാരണ വ്യക്തി ജീവിതങ്ങൾ മാത്രം. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ്, ദൈവം പോലും എന്നെ കൈവിട്ടിരിക്കുന്നു എന്നുള്ള തോന്നലുകൾ നമ്മെ വിഷമിപ്പിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു കഥ അറിയാമല്ലോ. ഒരു വ്യക്തി കർത്താവിനോട് ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. കർത്താവ് കൂടെയുണ്ടെന്നുള്ള ധൈര്യത്തിൽ അവൻ യാത്ര ചെയ്യുമ്പോൾ ദുർഘടമായ പാതകൾ എത്തിക്കഴിയുമ്പോൾ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനു മുമ്പ് വരെ 2 ആളുകളുടെ കാൽപ്പാടുകൾ കാണുന്നുവെങ്കിൽ അവിടെ ഒറ്റ കാൽപ്പാട് മാത്രമേ, ഒരു വ്യക്തിയുടെ കാൽപ്പാട് മാത്രമേ കാണുന്നുള്ളൂ. അവന് സങ്കടമായ, വിഷമമായ, തന്നെ കർത്താവ് ഉപേക്ഷിച്ചുവല്ലോ എന്നുള്ള ചിന്തയിൽ അവൻ മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും നല്ല നിലത്തൂടി നടക്കുന്ന സാഹചര്യത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ 2 വ്യക്തികളുടെ കാൽപ്പാട്. അവൻ അവിടെ നിന്ന് ദൈവത്തോട് ചോദിക്കുന്നു, ദൈവമേ, എനിക്ക് പ്രതിസന്ധികളും കുഴപ്പങ്ങളും ഇല്ലായിരുന്നപ്പോൾ മാത്രം നീ എൻ്റെ കൂടെ നടന്നു, അല്ലാഞ്ഞപ്പോൾ എന്നെ അവിടുന്ന് ഒറ്റയ്ക്ക് വിട്ടത് എന്ത് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ദൈവം, ക്രിസ്തു അവനോട് പറയുന്നു, മകനെ, നിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നീ ഒറ്റയ്ക്കായിരുന്നു എന്നാണോ നീ തോന്നിയത്? അല്ല, നിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നീ എൻ്റെ ഉള്ളം കയ്യിൽ ആയിരുന്നു. നിന്നെ പ്രതിസന്ധിയിലൂടെ നടക്കുവാൻ സമ്മതിക്കാതെ ഞാൻ എൻ്റെ ഉള്ളം കരങ്ങളിൽ താങ്ങുകയായിരുന്നു. നീ കണ്ട പാൽപ്പാടുകൾ അത് എൻ്റെ ആയിരുന്നു എന്നുള്ള ആ ഒരു ചിന്ത. ഇതൊരു ഭാവനയുടെ സൃഷ്ടിയാണ് എങ്കിലും പ്രിയമുള്ളവരെ, നാം ഒറ്റയ്ക്കാണ് എന്ന് തോന്നുന്ന അനുഭവങ്ങളിൽ ദൈവം നമ്മോട് പറയുന്ന വാഗ്ദത്വം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. വാഗ്ദത്തം ചെയ്ത കർത്താവ് ഒരിക്കലും നമ്മെ ഏകരായി വിടുകയില്ല. കർത്താവ് നമ്മോടുകൂടെ ഇരിക്കും, നമ്മോടുകൂടെ നടത്തും. ഇതിൻ്റെ ആക്ഷരീകമായിട്ടുള്ള ഒരു നിവൃത്തിയാണ് യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ അനുഭവിച്ചത്. ക്രിസ്തു ശിഷ്യരായവർ തൻ്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാതെ വാടിയ മുഖത്തോടുകൂടെ എമ്മൗസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ക്രിസ്തു അവരോടൊപ്പം 1 ചേർന്ന് നടന്നു, 2 വചനത്താൽ നിറച്ചു, 3 സംശയങ്ങൾ അകറ്റി, 4 അവരോടൊപ്പം വിശുദ്ധ സംസർഗത്തിൽ തന്നെ നുറുക്കി നൽകി അവരുടെ കണ്ണുകളെ തുറപ്പിക്കുന്നത് നാം കാണുന്നു. 4 കാര്യങ്ങൾ: ചേർന്ന് നടന്നു, വചനത്താൽ നിറച്ചു, സംശയം അകറ്റി, 4 കണ്ണുകളെ തുറന്നു. എങ്ങനെ? വിശുദ്ധ സംസർഗത്തിൻ്റെ അനുഭവത്താൽ. ഈ സംഭവം ക്രിസ്തുവിനോട് ഒപ്പമായിരിക്കുമ്പോഴുള്ള ദൈവ പൈതലിൻ്റെ അനുഭവത്തെക്കുറിച്ച് കാണിച്ചു തരുന്നതായ ഒന്നാണ്. അതായത്, നാം ക്രിസ്തുവിനോടായിരിക്കുമ്പോൾ നമ്മുടെ അനുഭവം എപ്രകാരമായിരിക്കും എന്ന് ഈ സുവിശേഷ വേദഭാഗം നമ്മളോട് പറയുന്നു. എങ്ങനെ ആയിരിക്കും നമ്മുടെ അനുഭവം? 3 കാര്യങ്ങൾ. 1, വചനത്താൽ നിറയ്ക്കും, അതിനെ നമുക്ക് ആവശ്യമായ രീതിയിൽ വ്യാഖ്യാനിച്ച് നൽകും. 2, ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നതായ അനുഭവം ക്രിസ്തു നമ്മോടുള്ളപ്പോൾ ലഭിക്കും.
3, ക്രിസ്തു സാമീപ്യം ദർശിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആത്മീക കണ്ണുകളെ തുറക്കുവാനായി ഇടയാണ്. അപ്പോൾ ക്രിസ്തു നമ്മോടൊരുമിച്ച് ദിനംതോറും വസിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. 1, വചനത്താൽ നിറയ്ക്കുന്നത്. നമുക്ക് ആവശ്യമായ വചനത്തെ വ്യാഖ്യാനിച്ച് അർത്ഥം തിരിച്ച് നമ്മുടെ ഉള്ളങ്ങളിൽ നൽകും. നമ്മുടെ ഹൃദയം എപ്പോഴും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഒരു കത്തലിൻ്റെ അനുഭവത്തിൽ കൂടെ പോകും. ക്രിസ്തുവിൻ്റെ സാമീപ്യം ദർശിക്കുവാൻ തക്കവണ്ണം ആത്മീകമായ, ഭൗതിക കണ്ണുകളല്ല, ആത്മീയ കണ്ണുകളെ തുറന്ന് നമുക്ക് എപ്പോഴും നൽകും. ഇത് ദിനം തോറുമുള്ള അനുഭവമാണ്. ഒരിക്കലായോ വല്ലപ്പോഴുമോ നൽകുന്ന അനുഭവമല്ല. ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്ന, നടക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ദിനംതോറുമുള്ള അനുഭവമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇതിനായി നമ്മെ ദൈനംദിനം ശക്തീകരിക്കുന്നത്, സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മ ശക്തിയാണ്. ഈ ശക്തി തിരിച്ചറിഞ്ഞതായ ഒരു ദൈവ പൈതൽ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതായ നിലപാടുകളെ കുറിച്ചാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുന്ന ദൂതിൽ കൂടെ വിശദീകരിക്കുന്നു. ഞാൻ പറഞ്ഞു, ദൈവ പൈതൽ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന അനുഭവം ഇപ്രകാരമായിരിക്കും. ആ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു ദൈവ പൈതൽ എടുക്കേണ്ടതായ ആത്മീക നിലപാടുകൾ എന്ത് എന്നുള്ളത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ കാണും. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും കർത്താവിനെ അറിഞ്ഞവരെന്ന് പറയും, കർത്താവിനോടുകൂടെ നടക്കുന്നവരെന്ന് പറയും, കർത്താവിൻ്റെ മക്കൾ എന്ന് ഒക്കെയും നമ്മൾ അവകാശപ്പെടും. എന്നാൽ നാം സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ചുള്ളൊരു ബോധ്യത നാം വരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. കൃത്യമായ ഒരു നിലപാട് നമുക്കുണ്ടാകണം. എന്താണ് ഈ നിലപാടുകൾ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ വാക്യത്തിൽ കൂടെ പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഒന്നാമത് നാം എടുക്കേണ്ടതായ നിലപാട് എപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുവാനായി നമുക്ക് സാധിക്കണം. എപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുവാനായി സാധിക്കണം. ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്: ഐ കൺസിഡർ എവരിതിങ് ലോസ്. I consider them rubbish. ഈ ഒരു നിലപാട്, എവരിതിങ് ലോസ്, റബിഷ് എന്നുള്ള നിലപാട് എടുക്കുവാനായി സാധിക്കുമോ? എന്തിലാണ് ഈ നിലപാട് എടുക്കേണ്ടത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ അറിവ് ഞാൻ റബിഷ് എന്ന് പറയുന്നു, എൻ്റെ യോഗ്യത ഞാൻ റബിഷ് എന്ന് പറയുന്നു, എൻ്റെ പദവി ഞാൻ റബിഷ് എന്ന് പറയുന്നു, എൻ്റെ സമ്പാദ്യം, എൻ്റെ കുടുംബമഹിതം, അങ്ങനെ എനിക്കുള്ളത് എന്ന് ഞാൻ മേനി നടിക്കുന്നതെല്ലാം എനിക്കില്ല, ഛേദമെന്ന് എണ്ണുന്നു, റബിഷ് എന്ന് എണ്ണുന്നു, എവരിതിങ് ലോസ് എന്ന് ഞാൻ എണ്ണുന്നു. ഈ ഒരു ജീവിത നിലപാടിൽ കൂടെ പ്രിയമുള്ളവരെ ഒരു ദൈവ പൈതൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് നടക്കണമെങ്കിൽ, നമ്മുടെ നടപ്പ് അനസ്യൂതമായി തുടരണമെങ്കിൽ, നമ്മുടെ പേരിനോട് ചേർത്ത് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വാലുകളും മുറിച്ചു കളയുവാനായി, അറുത്ത് മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നിട്ട് പറയണം, ഞാൻ ഒന്നുമല്ല. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ, ഞാൻ മറ്റുള്ളവരുടെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും യോഗ്യതയില്ല, ഞാൻ യോഗ്യതയുള്ളവനല്ല എന്ന് തുറന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കുവാനായിട്ടിടയാകണം. ചുറ്റുപാടുമുള്ളവരെ നോക്കണ്ട, അവരൊക്കെ നമ്മളെക്കാൾ ഉയർന്ന ആത്മീക ബോധ്യമുള്ളവരാണെന്നുള്ള ഒരു ചിന്ത നമ്മെ ഭരിക്കണം. എൻ്റെ എല്ലാം ഛേദം, റബിഷ് എന്ന് എണ്ണുവാനായി നമുക്ക് സാധിക്കണം. രണ്ടാമതായി നാം എടുക്കേണ്ടതായ നിലപാട് 9-ാമത്തെ വാക്യത്തിൽ ഇവിടെ വ്യക്തമാക്കുന്നു. ക്രിസ്തുവിൽ ദിനം തോറും ഇരിക്കുവാനുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കണം. ക്രിസ്തുവിൽ
ദിനംതോറും ഇരിക്കുവാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയിലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. ഇത് കുറച്ചുകൂടെ വ്യക്തമായി നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ഇംഗ്ലീഷ് പരിഭാഷ. ഇംഗ്ലീഷ് ബൈബിളിൽ ഇപ്രകാരമാണ് പറയുന്നത്, ബി ഫൗണ്ട് ഇൻ ഹിം. അതായത് ഒരാൾ എന്നെ അന്വേഷിച്ച് നോക്കുമ്പോൾ എന്നെ വേറെ എങ്ങും കാണുവാനായി സാധിക്കരുത്. പകരം എപ്പോഴും ഞാൻ ക്രിസ്തുവിൽ മാത്രമേ കാണപ്പെടാവൂ. പൗലോസ് പറയുന്നു, ഈ ക്രിസ്തുവിൽ മാത്രമേ കാണപ്പെടാവൂ എന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ആകണമെങ്കിൽ ലോകത്തിൻ്റെ നീതിയല്ല, റൈച്ചസ്നെസ് ഓഫ് മൈ ഓൺ കമ്മിങ് ഫ്രം ലോ അല്ല, പകരം ക്രിസ്തു വിശ്വാസത്താലുള്ള നീതി, അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസത്താൽ ഉളവാകുന്ന നീതി, ദൈവീക നീതി പ്രാപിച്ച് ജീവിക്കണം. 2 നീതിയെക്കുറിച്ച് പറയുക. ഒന്ന് ലോകപ്രകാരമുള്ള നീതി, 2 ദൈവത്തിൻ്റെ നീതി. ഈ 2 നീതി തമ്മിലുള്ള വ്യത്യാസം, ലോകപ്രകാരമുള്ള നീതി പ്രകാരമാണ് ഞാൻ ജീവിക്കുന്നത് എങ്കിൽ അവിടെ എനിക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ സാധ്യം. വെളിച്ചമുള്ളപ്പോൾ പകലൊക്കെ നിങ്ങൾ എന്നെ മാന്യനായിട്ട് കണ്ടാൽ മതി, രാത്രിയിൽ ഞാൻ എന്ത് ചെയ്താലും ആരും അത് അറിയത്തില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. നമ്മളവരെ പകൽ മാന്യന്മാരെന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതാ ലോകപ്രകാരമുള്ള നീതി. എന്നാൽ ദൈവീക നീതി ഒരു അഡ്ജസ്റ്റ്മെൻറ്റും സാധിക്കാത്തതായ നീതിയാണ്. അവിടെ പരിപൂർണമായ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം നയിക്കുന്നതായ അവസ്ഥ. ഈ നീതിയിൽ ജീവിക്കുന്നയാൾ എപ്പോഴും ക്രിസ്തുവിൽ ആയിരിക്കും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നാം എടുക്കേണ്ട നിലപാട് ഈ ദൈവത്തിൻ്റെ നീതിയിൽ ജീവിക്കുവാൻ. അപ്പോൾ നാം ക്രിസ്തുവിലായിരിക്കും. ദൈവത്തിൻ്റെ നീതിയിൽ ദിനംതോറും നിലനിൽക്കാൻ, നിമിഷം തോറും നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇത് നമ്മുടെ നിലപാടായിരിക്കണം. 3, 9, 10, 11 വാക്യങ്ങളിൽ കൂടി പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടുവാനായ ആഗ്രഹമുള്ളവരായിരിക്കും. അവിടെ പറയുന്നു, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം അപേക്ഷിച്ച് ശവർ എന്ന് എണ്ണണം. ക്രിസ്തുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടുവാനായുള്ള ആഗ്രഹം. ക്രിസ്തു പാപം ചെയ്യാത്തവനായി പാപികൾക്ക് വേണ്ടി ഈ ലോകത്തിൽ ജീവിച്ചു. ഒരു കുറ്റം പോലും തന്നെക്കുറിച്ച് പറയുവാൻ ആർക്കും സാധ്യമാകാത്തതായ ഒരു ജീവിതം താൻ നയിച്ചു. എങ്കിലും ആ ജീവിതത്തിൻ്റെ അന്ത്യം ക്രൂശീകരണമാണ്. അതുപോലെ ഈ ക്രിസ്തുവിനെ പോലെ നാം നല്ല രീതിയിലൊക്കെ നടന്നിട്ട് ജീവിതം നയിച്ചിട്ട് ആളുകൾ നമ്മളെക്കുറിച്ച് ഉന്നതമായി പുകഴ്ചയായി പറയണമെന്നല്ല. പകരം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നാം ആഗ്രഹിക്കേണ്ടത് ക്രിസ്തുവിനെ പോലെ അപമാനവും നിന്ദയും സഹിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ്, ജീവനെ മറ്റുള്ളവർക്ക് വേണ്ടി മറുവിലയായി കൊടുക്കുവാനുള്ള ആഗ്രഹം. ഇതാ ക്രിസ്തുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടുവാനുള്ള ആഗ്രഹം. ഇത് ദൈവ പൈതലിൻ്റെ ആഗ്രഹമായിരിക്കും. ലോകത്തിൻ്റെ നന്മകളും പ്രശംസാവാക്കുകളും ഒന്നും വേണ്ട. ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് കഷ്ടത അനുഭവിക്കുവാൻ, നന്മ ചെയ്താലും ആളുകൾ എന്നെ കളിയാക്കുമ്പോൾ പരിഭവപ്പെടാതെ ജീവിക്കുവാനായിട്ടുള്ള ആ ആഗ്രഹം. 4-മതായി ഇവിടെ പറയുന്നു 14-ാമത്തെ വാക്യത്തിൽ, പരമ വെളിയുടെ ലാക്കിനായി ഓടുക. നമുക്കറിയാവുന്ന വാക്യമാണ്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. പരമവിളിയുടെ ലാക്കിനായി ഓടുക.
പ്രിയമുള്ളവരെ, ദൈവ പൈതലിന് ഒരു ലക്ഷ്യമുണ്ട്. നിത്യരാജ്യമാണ് അവൻ്റെ ലക്ഷ്യം. അവിടേക്ക് ചെല്ലുവാൻ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഭംഗിയായി നിവർത്തിക്കണം. ക്രിസ്തുവിൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ, പകർന്നു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കുറിച്ച് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ചില പരാജയങ്ങൾ, തോൽവികൾ ഒക്കെ ഉണ്ടായി കാണാം. സാരമില്ല, പിൻപിലുള്ളത് മറക്കണം. മുൻപിലുള്ള ലക്ഷ്യം മാത്രമായിരിക്കണം നമ്മെ ഭരിക്കേണ്ടത്. എപ്പോഴും നാം അതിനായി ആയണം. മലയാളം ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഒരു നല്ല പദപ്രയോഗമാണിത്. പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട്. ഈ ആയുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന പണ്ട് ഊഞ്ഞാൽ ആടുന്നതായ ആ ഒരു സംഭവം. ഈ ഊഞ്ഞാലിൽ ആടുമ്പോൾ ഉയരത്തിലെത്തുവാനായി നാം ആഴത്തിൽ ആഞ്ഞ് പരിശ്രമിക്കണം. ഇങ്ങനെ ആഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഏറ്റവും ഉയരത്തിലേക്ക് എത്തുവാൻ സാധിക്കൂ. പണ്ടത്തെ ഒരു മത്സരമാണ്. ഇതിനൊരു സ്ഥിരമായ പരിശ്രമം ആവശ്യമാണ്. ഒരു പ്രാവശ്യം ആഞ്ഞതുകൊണ്ട് അങ്ങ് മുകളിലെത്തത്തില്ല. അത് തിരിച്ചു വരുമ്പോൾ വീണ്ടും ആയണം. അതായത് പരിശ്രമം കുറയ്ക്കാതെ ഒരു പ്രാവശ്യം ആയാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വീണ്ടും ശ്രമിച്ചുകൊണ്ട് പരമവിളിയുടെ ലക്ഷ്യം വെച്ചുകൊണ്ട് ക്ഷീണിക്കാതെ തളരാതെ ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. ഈ ഊഞ്ഞാലാടുമ്പോൾ നാം ഉയരത്തിലെത്തുവാൻ പരിശ്രമിക്കുന്നത് പോലെ ജീവിതത്തിൽ പരമവിളി എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ക്ഷീണിക്കാതെ തളരാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. ലാക്കിലേക്ക് മാത്രമായിരിക്കണം നമ്മുടെ നോട്ടം. ലാക്കിലേക്ക് നോക്കി ഓടുക. ഇതാണ് ഒരു ക്രിസ്തീയ പൈതലിന്, ദൈവ പൈതലിനുണ്ടാകേണ്ടതായ നിലപാട്. ഈ നിലപാട് നമുക്ക് ഉണ്ടാകണം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചു തീർത്താൽ പോരാ. ക്രിസ്തുവിനെ അറിഞ്ഞു, ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, അതുകൊണ്ടെല്ലാം നേടി എന്നുള്ളതല്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു നമ്മോട്, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോടുകൂടെ ചേർന്ന് നടക്കുമ്പോൾ എപ്പോഴും ഛേദമെന്ന് എണ്ണുവാനായ മനസ്ഥിതി ഉണ്ടാകണം. ക്രിസ്തുവിൽ ദിനംതോറും ഇരിക്കുവാനുള്ള ആഗ്രഹം ഉണ്ടാകണം. ക്രിസ്തുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടുവാനുള്ള ആഗ്രഹം നമ്മെ ഭരിക്കണം. പരമവിളിയുടെ ലാക്കിലേക്ക് അടിപതറാതെ ഓടുവാനായി നാം പരിശ്രമിക്കണം. ഈ നാളുകളിൽ ദൈവം അതിനെ നമ്മളെ സഹായിക്കട്ടെ. പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ട് പ്രിയമുള്ളത്. ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ പോലും സാധിക്കാത്തതായ അവസ്ഥയൊക്കെ. എന്നാൽ വിളിച്ചിരിക്കുന്ന വിളിയെക്കുറിച്ചുള്ള ബോധ്യതയിൽ, ദൈവത്തിൻ്റെ പൈതലെന്നുള്ള ബോധ്യത്തോടുകൂടെ കർത്താവിനോടുകൂടെ ചേർന്ന് ജീവിപ്പാനായിട്ട് നമുക്കൊരുങ്ങാം. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. മെയ് 17 വരെ ലോക്ക്ഡൗൺ നീട്ടിയിരിക്കുന്നു. ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെയും ഈ ദൈവത്തോടുകൂടെ ചേർന്ന് വസിക്കുവാനായിട്ടുള്ള ആ വലിയ ആഗ്രഹത്താൽ നിറയപ്പെട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ സംഗതികളെ അപ്പോസ്തോലിക വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകൾ കൂടെ ഒരുമിച്ച് ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണിച്ചു അലേവത്തിനായ നമ്മുടെ കർത്താവായി അവൻ പരിശുദ്ധാത്മാവിനാൽ സ്വാധീനപ്പെട്ട പാതാളത്തിലേക്ക് മൂന്നാം ദിവസം കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ
രാജ്യശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. ഉയർപ്പിന് പിമ്പ് മൂന്നാം ഞായറാഴ്ചത്തേക്കുള്ള അപേക്ഷയും പാഠങ്ങളും. ദൈവാജനത്തിന്റെ മരുഭൂ പ്രയാണത്തിൽ മേഘത്തിലും അഗ്നിയിലും ഇടയ സാന്നിധ്യം നൽകി സർവ്വവ്യാപിയായ ദൈവമേ, ഏകാന്തതയിലും നിരാശയിലും അസ്വസ്ഥതയിലും ഞങ്ങൾ ദിനംതോറും ബഹുദൂരം സഞ്ചരിക്കുമ്പോൾ ഞങ്ങളോടുകൂടെ നടക്കുകയും ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യണമേ. നിന്നോടുള്ള സംസർഗത്തിൽ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ. എൻ്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ ധൈര്യപ്പെടുത്തി ഞങ്ങൾക്ക് മുമ്പിലുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടി നീതിയുടെ പ്രതിഫലം പ്രാപിക്കുവാൻ കൃപ ചെയ്യണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനും കൂടെ ഏകദൈവമായ കാലാവസ്ഥാനം കൂടെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ ദൈവമേ, സകല വിശുദ്ധ ആഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങൾ നിന്നല്ലോ വരുന്നത്. എൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിപ്പാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിപ്പാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകൾ മൂലം ജടിയാരായ ഞങ്ങൾക്ക് നൽകണമേ. കൃപയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ സകല നന്മകളുടെയും കാരണനും ദാതാവുമായി സകല ശക്തിയും ബലവുമുള്ള കർത്താവേ, നിലനാമത്തോടുള്ള സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നട്ട് സത്യമായ ദൈവഭക്തിയെ ഞങ്ങളിൽ വർദ്ധിപ്പിച്ച് സകല നന്മ കൊണ്ട് ഞങ്ങളെ പോഷിപ്പിച്ച് ഇവയിൽ തന്നെ നിന്റെ മഹാകരുണ കൊണ്ട് ഞങ്ങളെ നിലനിർത്തണമെന്ന് കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തലകളെ വണക്കാം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ പ്രിയമുള്ളവർക്ക് പ്രത്യേക പ്രാർത്ഥനയ്ക്കായിട്ട് ദേവാലയത്തിൽ മുമ്പോട്ട് കടന്നു വന്ന് മുഴങ്കാൽ മടക്കുവാനായിട്ട് സാധിക്കാത്തതായിട്ടുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് അപ്രകാരം ആഗ്രഹിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകം ശ്രമിക്കുകയാണ്. ഗൾഫിൻ്റെ മേഖലകളിലായിരിക്കുന്ന ചില ആളുകളൊക്കെയും വിളിച്ച് അവിടുത്തെ പ്രതിസന്ധിയെക്കുറിച്ച് അറിയിച്ചു. പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ജോലിയില്ലാതെ നിൽക്കുന്നതായ സാഹചര്യം നമ്മളുടെ പല ആളുകൾക്കുമുണ്ട്. ജോലിയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ പലരെയും ഭയപ്പെടുത്തുന്നു. ഈ പ്രതിസന്ധി നിമിത്തം തങ്ങളുടെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭാരം പല കുടുംബങ്ങളെയും ഭരിക്കുന്നുണ്ട്. നമുക്ക് അവരെ ഓർക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് അവരുടെ ആവശ്യങ്ങൾ കൂടെ ഇരിക്കണമേ, നടത്തേണമേ. അവരുടെ പ്രാർത്ഥനകളെ അവിടുന്ന് കേൾക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൈതങ്ങളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ക്രമീകരണങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരുന്ന മാതാപിതാക്കൾ അക്കാര്യത്തിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്ന് ഇനി ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാകും എന്നുള്ള ഒരു ചിന്താകുലം അവരെ ഭരിക്കുന്നു. നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. ശാരീരികമായ ക്ഷീണാവസ്ഥയിലുള്ള ആളുകൾ തങ്ങളുടെ ക്ഷീണാവസ്ഥയെ സംബന്ധിച്ചുള്ള ഭാരത്തിലായിരിക്കുന്നതുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രയാസം പെട്ടെന്നുണ്ടായാൽ, പ്രതിസന്ധി വന്നാൽ തങ്ങൾ എന്തു ചെയ്യും എന്നുള്ളൊരു വലിയ ഭാരം അവരെ ഭരിക്കുന്നു. പ്രത്യേകിച്ച് മക്കളൊക്കെ മാതാപിതാക്കളെക്കുറിച്ച് ആശങ്കാകുലരായ ഭവനത്തിലായിരിക്കുന്നു. ചിലരൊക്കെയും ദൂരസ്ഥലങ്ങളിലാണ് അവരുടെ മാതാപിതാക്കൾ. ദൂരസ്ഥലത്തിലായിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരു അടിയന്തര സാഹചര്യമുണ്ട് എങ്കിൽ കടന്നു പോകുവാനും ശുശ്രൂഷിപ്പാനും എങ്ങനെ സാധിക്കുമെന്ന് കാണുവാൻ പോലും സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഭാരപ്പെടുന്നവരൊക്കെ ഉണ്ട്. മക്കളെ കാണുവാൻ സാധിക്കാതെ വിവാഹം കഴിച്ച ഇടങ്ങളിലൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് നിലവിളിക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ, അവരെ ഓർക്കാം, പ്രാർത്ഥിക്കാം. ഏതെങ്കിലും തരത്തിൽ ശാരീരികമോ മാനസികമായ ആകുലതകൾ കൂടെ കടന്നു പോകുന്നവരുണ്ട് എങ്കിൽ അവരെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം കൂടെയുണ്ട്, ദൈവം നടത്തും, ദൈവം പരിപാലിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഭവനത്തിലായിരുന്നാലും ഏകനായിരുന്നാലും മറ്റുള്ളവരോട് സംസാരിക്കുവാൻ അല്ലെങ്കിൽ ഇടപെടുവാൻ സാധിക്കാത്ത ഇടത്തായിരുന്നാലും ദൈവം നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പിൽ നിങ്ങൾ ബലപ്പെട്ടാട്ടെ, നിറഞ്ഞാട്ടെ. ദൈവം നിങ്ങളെ നടത്തും, പരിപാലിക്കും.
ധൈര്യപ്പെട്ടിരുന്നാട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ സഭയായി. പ്രത്യേകിച്ച് വേർപാടിൻ്റെ വേദനയിലൂടെ കടന്നു പോകുന്ന കുടുംബത്തെ നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. കൊണ്ടയിൽ അമ്മിണി ജോണിൻ്റെ വേർപാടിൽ കൂടെ കടന്നു പോകുന്ന സജിത്തിനെയും സരിതയും കുടുംബാംഗങ്ങളെയും ഓർക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ ഭവനത്തിൽ വിശ്രമിക്കുന്ന മാതാപിതാക്കളെയൊക്കെ നമുക്ക് ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഷുഗറിൻ്റെയും മറ്റും പല പ്രയാസങ്ങളിൽ കൂടെ ആയിരിക്കുന്ന അനേക ആളുകളുണ്ട്, അവരെ ഓർക്കാം, പ്രാർത്ഥിക്കാം. സഭയെ ഏൽപ്പിക്കാം, സഭയുടെ ശുശ്രൂഷകളെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. അധ്യക്ഷൻ അഭിമന്യ തോമസ് കെ ഉമ്മൻ തിരുമേനിയും ഓഫീസേഴ്സിനെല്ലാം നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. അനേക ദൈവവേലക്കാരെ ഈ നാളുകളിൽ സാമ്പത്തികമായി ഭാരപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു. പ്രത്യേകിച്ച് സഭകളിലും സംഘടനകളിലും മിഷൻ ഫീൽഡുകളിലുമൊക്കെ ആയിരിക്കുന്ന ആളുകൾക്ക് ഒരു വരുമാനവുമില്ല. നാട്ടിൽ നിന്ന് നമ്മളൊക്കെയും കൊടുക്കുന്ന വരുമാനത്തിൽ നിന്നൊക്കെയാണ് പലരും ജീവിക്കുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ പ്രതിസന്ധികളൊക്കെ ഒന്ന് മാറുവാനായിട്ട് കർത്താവേ അവിടുന്ന് ഇടപെടണമേ എന്ന് നമുക്ക് ഏറെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ജോലി മേഖലകളിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കണം. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങൾക്ക് കർത്താവെ തുടർന്ന് അവസരങ്ങളെ അവിടുന്ന് ഒരുക്കി നൽകുമാറാകണം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കോവിഡ് ബാധയാൽ ഭാരപ്പെടുന്ന എല്ലാ ആളുകളെയും നമുക്ക് ഓർക്കാം. ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ ഇടങ്ങളിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മരിച്ച തങ്ങളുടെ പ്രിയമുള്ളവരെ ഒരു നോക്ക് കാണുവാൻ പോലും സാധിക്കാതെ ഭാരപ്പെടുന്നതായിട്ടുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഈ ലോകത്തിന് സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ എല്ലാ ആവശ്യങ്ങളും ദൈവങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പൊതുവുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവാശക്തിയുള്ള ദൈവമേ, സകലകരണങ്ങളുടെയും പിതാവേ, അയോഗ്യരടിയാരോടും സർവ്വത്തോടും ആദരണക്കായിട്ടും ഞങ്ങൾക്ക് മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എല്ലാറ്റിലും മേലായും ലോകത്തെ വീണ്ടെടുത്ത നിലവിലും വേണ്ടിയും കൃപാവഴിക്ക് വേണ്ടിയും പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ തന്നെ ചെയ്യേണ്ടതിനും നിന്നെ സേവിക്കുന്നതിനും ഞങ്ങളെ ഏൽപ്പിച്ച് നാളുകളൊക്കെ നടന്ന് അങ്ങനെ മാത്രമല്ല പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് നിന്റെ മൂലം അവിടെ നിനക്കും പശുതാന്മാരും സകല ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കണമേ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക്ക് മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നിന്റെ നാമത്തിൽ കൂടിയിരിക്കുമ്പോൾ അവരുടെ അപേക്ഷകൾ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, നിന്റെ അടിയാട് ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകും വണ്ണം നിവൃത്തി വരുത്തി ലോകത്തിൽ സത്യത്തിൻ്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ഇന്നത്തെ ആരാധനയിൽ സംബന്ധിക്കുന്ന ഞങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഭവനങ്ങളിൽ നാം ആരാധന തുടരേണ്ടതായ ഒരു സാഹചര്യം വീണ്ടും നിലനിൽക്കുന്നു. ആരാധനാ സമൂഹമായി നിലനിൽപ്പാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കൃത്യമായി സ്തോത്രം പറയേണ്ടതായ ഒരു കാര്യമുണ്ട്. നമ്മുടെ സഭയുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറുവാൻ തക്കവണ്ണം പ്രിയമുള്ള പല ആളുകൾ സംഭാവനകളിൽ കൂടെ, ദശാംശങ്ങൾ കൂടെ, സ്തോത്ര കാഴ്ചയിലൂടെ, സ്തോത്ര അർപ്പണത്തിലൂടെ ഒക്കെ സഹായിച്ചതോർത്ത് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. എങ്ങനെ ആയിത്തീരും എന്നുള്ളതായ ഒരു ചിന്തയുണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ വലിയവനായ ദൈവം നിങ്ങളിൽ കൂടെ നിറവേറ്റുവാനായിട്ടിടയായിത്തീർന്നു. സഭയുടെ ആവശ്യങ്ങൾ സഹകരിച്ച എല്ലാവരോടുള്ള പ്രത്യേകമായിട്ട് നന്ദി ഞാൻ അറിയിക്കുന്നു. എനിക്കറിയാം നിങ്ങൾ പല ആളുകൾക്കും സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്.
ആഗ്രഹമുണ്ട് എങ്കിലും നൽകുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നും സഭയായിട്ട് നമുക്ക് ഒരു വിഷമവുമില്ല. നിങ്ങളുടെ സാഹചര്യങ്ങൾ, അവസ്ഥകളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവം നിങ്ങളെ ഈ സാഹചര്യങ്ങൾ മറികടക്കുവാനായിട്ട് ഇടയാക്കും. തരാനായിട്ട് പറ്റിയില്ലെന്നോർത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. എങ്കിലും സഭയ്ക്ക് ലഭിച്ചതായ ഒരു നന്മയെ അറിയിച്ചു എന്ന് മാത്രം. തുടർന്നും നിങ്ങളുടെ കരുതൽ, നിങ്ങളുടെ സ്നേഹം സഭയ്ക്ക് നിങ്ങൾ നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. കൊടുക്കുവാനായി സാധിച്ചില്ലെങ്കിൽ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. CSI മധ്യകേരള മഹാടവിൽ തന്നെ പല ഇടങ്ങളിലെ ഉപദേശിമാർ, ഇവാഞ്ചലിസ്റ്റ്, പട്ടക്കാരായിട്ടുള്ളവരൊക്കെ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ കൂടെ പോകുന്നു. സഭയ്ക്കും വരുമാനങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് ശമ്പളം ഒക്കെ കൊടുക്കുന്ന ആളുകൾക്ക് പകുതി ശമ്പളം മാത്രമേ ഇപ്പോൾ കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെയുള്ള പരിമിതികളൊക്കെ നിലനിൽക്കുന്നു. എങ്കിലും ഈ സാഹചര്യത്തിൽ ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും വിവരണമുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാം. ഞങ്ങൾ നിങ്ങളോട് ഒരുമിച്ച് പങ്കുചേരുന്നു. ദൈവം നിങ്ങളെ തുടർന്നുള്ള നാളുകൾ ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ആരാധനയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം ചെയ്തു നൽകുന്ന നമ്മുടെ യുവജന സുഹൃത്തുക്കളാണ്. അവരോടുള്ള നന്ദി നിസീമമാണ്. അരുൺ നബി ഡേവിഡ്, ജിനു സാം ജോർജ്, ബെബറ്റോ ബെന്നി, ഇവരാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നത്. ഓർഗൻ വായിച്ച്, പാഠങ്ങൾ വായിച്ച് ഈ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ സാമഗ്രികളൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ സഭാംഗമായിട്ടുള്ള സ്റ്റീഫൻ തങ്കച്ചനാണ്. പുതുതായി അദ്ദേഹം സഭാംഗമായി തീർന്നു. അദ്ദേഹത്തിന് ഈ ബിസിനസ്സിലാണ് അദ്ദേഹത്തോടുള്ള പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ചകളൊക്കെ നിങ്ങളോട് ഇങ്ങനെ സംവദിക്കുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണം ഏർപ്പെടുത്തുവാനായിട്ട് അദ്ദേഹം സഹകരിച്ചു. അതുപോലെ തന്നെ കൊണ്ടയിൽ ശേഖയും ഷിബു തോമസും ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ടുകളൊക്കെ നൽകി. ഇവരോടൊക്കെ ഉള്ള നന്ദി അറിയിക്കുന്നു. പലയിടങ്ങളിലും ആരാധനകൾ ഇപ്രകാരം നടക്കാത്ത സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ ആലയത്തിൽ കഴിവുള്ളവരായ, താലന്തുള്ളവരായിട്ടുള്ള ആളുകളൊക്കെ ഉള്ളതോർ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നും നമ്മുടെ ശുശ്രൂഷകളൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് തുടർന്ന് പാട്ട് പാടാം. ആ സമയത്ത് സ്തോത്രദാനങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഞാൻ ആ കീർത്തനത്തിൽ 424 കീർത്തനത്തിൻ്റെ ഒരു ചരണം പാടുമ്പോൾ സ്തോത്ര കാഴ്ച അർപ്പിക്കാവുന്നതാണ്. കീർത്തനം 424. Oh
നമ്മുടെ വഴിപാടുകൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സംപ്രീതിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെ അർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് നിന്റെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. വിശ്വാസമുള്ള ഹൃദയങ്ങളിലേക്ക് നമുക്ക് ആശീർവാദത്തെ സ്വീകരിക്കാം. ദൈവത്തിൻ്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ക്രിസ്തീയാഗീതങ്ങൾ 328 പാട്ടുപാടി നമുക്ക് റിസപ്ഷന് വേണ്ടി ഒരുങ്ങാം. ഗീതം 328. കർത്താവേ, ഈ മാസത്തിൻ്റെ ആരംഭത്തിൽ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ മാസത്തിൻ്റെ എല്ലാ ദിനങ്ങളിലും അവിടുത്തെ കൃപയും സാന്നിധ്യവും കൂടെയിരിക്കണം. ലോകത്തോട് അവിടുന്ന് ദിനംതോറും സംവദിക്കണം. ഈ ലോകത്തിന് ആവശ്യമായ വിടുതൽ, ശാന്തി അവിടുന്ന് നൽകുമാറാകണം. അത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിപ്പാൻ അവിടുന്ന് അവസരമൊരുക്കണം. എല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ, നിങ്ങളുടെ ആത്മാവോടുകൂടി. നിങ്ങൾ സമാധാനത്തോടെ പോകാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ.